ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നവ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നവ ഏതാണ്? നിർമാല്യം, ചെമ്മീൻ, കാഞ്ചനസീത, ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും, CN ശ്രീകണ്ഠൻ നായർ, MD വാസുദേവൻ നായർ, സക്കറിയ, തകഴി. ആ മേളിൽ കൊടുത്തിരിക്കുന്ന ആരാണ് എഴുതിയെന്ന് നോക്കി കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിർമാല്യം ആരാണ് എഴുതിയത്? അതുപോലെ തന്നെ ചെമ്മീൻ ആരാണ് എഴുതിയത്? കാഞ്ചനസീത ആരാണ് എഴുതിയത്? അതുപോലെ തന്നെ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും ആരാണ് എഴുതുന്നത് വിളിക്കണം. ഇതിൻ്റെ അകത്ത് അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ട് ഇല്ല? അറ്റ്ലീസ്റ്റ് ചെമ്മീൻ അറിയത്തില്ല എല്ലാവർക്കും. ചെമ്മീൻ അറിയാം, ചെമ്മീൻ അറിയാം, തകഴി. ഓക്കെ, അപ്പോൾ 2 പോകേണ്ടത് ഡിയിലോട്ടാണ് അല്ലേ? 2 പോകേണ്ട ഡിയിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു 2 D ഉണ്ട്, ഇവിടെ 2 D ഉണ്ട്, ഇവിടെ 2 B. അപ്പോൾ ഈ ഓപ്ഷൻ എലിമെൻറ്റ് ചെയ്യാം. ഇവിടെ 2 D ഉണ്ട്. ഇനി അടുത്ത ആരെങ്കിലും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓപ്ഷൻ 3 ഇപ്പോഴേ എലിമെൻറ്റ് ആയി കേട്ടോ. അടുത്ത കണ്ടു. കാഞ്ചനസീത ആരാന്നറിയാമോ? കാഞ്ചനസീത, കാഞ്ചനസീത ആരാന്നറിയാവോ? CN ശ്രീകണ്ഠൻ നായരുടെയാണ്. അത് നോക്കിയാൽ അപ്പം 3 വരേണ്ടത് എയിലേക്കാണ്. സോ ഇവിടെ 3A ഉണ്ട്, ഇത് തെറ്റാണ്. ഇവിടെ 3C ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബാക്കി ഏതായിരിക്കും? ഓപ്ഷൻ A ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലുണ്ടല്ലോ, നമുക്കറിയാവുന്നതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഓപ്ഷൻ വെച്ച് നോക്കിയാൽ ഓപ്ഷൻ പെട്ടെന്ന് എലിമിനേറ്റ് ആയി പോകും. മനസ്സിലായി? ഇപ്പോൾ നോക്കിയാൽ 2 ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് വന്നു. അപ്പോൾ ഓർത്തിരിക്കണം, നിർമാല്യം നമ്മുടെ MD വാസുദേവൻ നായരുടെയാണ് കേട്ടോ. നിർമാല്യം ഇവിടെ B എന്ന് കൊടുക്കാം. B എന്ന് വെച്ചാൽ MD വാസുദേവൻ നായരുടെയാണ്. ചെമ്മീൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെയാണ്. ഓപ്ഷൻ ഡിയിലുള്ള തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കാഞ്ചനസീത CN ശ്രീകണ്ഠൻ നായരുടെയാണ്. അതുപോലെ തന്നെ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സക്രിയയുടെയാണ് കേട്ടോ. സക്രിയയുടെയാണ് ഓപ്ഷൻ. അത്രയാണ് 4 കേട്ടോ. ABC കേട്ടോ. CD ആണിത്. ഓക്കെ, കിട്ടിയോ? നമ്മൾ ആരാ പറഞ്ഞത്? നമ്മുടെ കൃതികളും കഥാകാരന്മാരും. അപ്പോൾ ഇങ്ങനെ എളുപ്പ വഴിയിലൂടെ കണ്ടുപിടിക്കാം കേട്ടോ. അതായത് ഏതെങ്കിലും ഒരെണ്ണം അറിയാൻ കണ്ടോ, ഒരെണ്ണം എലിമിനേറ്റ് ആയാൽ അടുത്ത ഒരാളുടെ നമുക്ക് എല്ലാം പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിനെ ഈ ഒരു പാർട്ടിയിൽ നിന്ന് വരത്തുള്ളൂ. ഒബ്വിയസ്ലി നമ്മൾ തന്നെ എടുക്കണം. അത്യാവശ്യമുള്ളതൊക്കെ കണ്ടോ, ഫേമസ് ആയിട്ടുള്ള ഒരു 2 ഇല്ല എന്നെ ചോദിക്കും. അല്ലാതെ അലമ്പി കിടക്കുന്ന എല്ലാം നമ്മൾ പഠിക്കാതെ വിട്ട് കളഞ്ഞു. ഫേമസ് ആയിട്ടുള്ള 2 ചോദിച്ചാൽ തന്നെ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി ഉത്തരത്തിലേക്ക് എത്താം. അല്ലാതെ എല്ലാം കുത്തിയിരുന്ന് പഠിക്കണം നിർബന്ധമില്ല കേട്ടോ. ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ പഠിച്ചെടുക്കുക, അവരുടെ കൃതികളായിരുന്നു പഠിക്കുക, എഴുതിയതാരാന്ന് പഠിക്കുക, അതിനുശേഷം ഓപ്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ദൂരെ കളയുക. ഓക്കെ, ഇനിയും പ്രകൃതി വിലാസം എന്നത് ഘടക പദങ്ങളാക്കുമ്പോൾ, അതായത് പ്രകൃതി വിലാസം നമ്മൾ എന്താണ് 2 നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? പ്രകൃതിയാകുന്ന വിലാസം, പ്രകൃതിയുടെ വിലാസം, പ്രകൃതിയും വിലാസവും, പ്രകൃതി പോലുള്ള വികാസം. വികാസം എന്ന് പറഞ്ഞാൽ കേട്ടോ, വികാസം അല്ല വിലാസം. ഏതാണ് പറയേണ്ടത്? പ്രകൃതിയുടെ എന്താ പറയുന്നത്? പ്രകൃതി വിലാസം. യെസ്, പ്രകൃതി വിലാസം എന്ന് പറഞ്ഞാൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്? പ്രകൃതിയാകുന്ന വിലാസം എന്നാണോ, പ്രകൃതിയുടെ വിലാസം എന്നാണോ, പ്രകൃതിയും വിലാസവും എന്നാണോ, പ്രകൃതി പോലുള്ള വിലാസം എന്നാണോ? ഏതാണ്? ചുമ്മാ ഗസയിൽ പഠിക്കുക. B പറയുന്നവരുണ്ട്, പ്രകൃതിയുടെ വിലാസം പറയുന്നവരുണ്ട്. ഓക്കെ, അടുത്തത് ഓപ്ഷൻ CO BO A DO വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരുമില്ലേ? പ്രകൃതി വിലാസം. അതായത് നോക്കിയേ, ഇവിടെ ആരെയാണ് വായിക്കുന്നത്? പ്രകൃതി വിലാസം എന്ന് പറഞ്ഞാൽ പ്രകൃതിനെ വിലാസവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒന്ന് കണക്ട് ചെയ്ത് പറയാം. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയുമ്പോൾ ഒന്നൊന്നിനോട് നമ്മൾ കണക്ട് ചെയ്ത് പറയത്തില്ലേ? അത് അല്ലെങ്കിൽ താരതമ്യം ചെയ്ത് പറയാമെന്ന് പറയും അല്ലേ? അപ്പം അത് അതിനോട് സാമ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അതിനെ പോലെ ആണെങ്കിലാണ് നമ്മൾ അതിൻ്റേതായിട്ട് പേരിൽ നമ്മൾ പറയുന്നത് അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ പ്രകൃതി വിലാസം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സാമ്യപ്പെടുത്തിയാണ് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് താരതമ്യം ചെയ്താണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രകൃതിയുടെ വിലാസം എന്ന് പറയത്തില്ല, പകരം പ്രകൃതി പോലുള്ള വിലാസം എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായത്? നമ്മുടെ സമാസം എന്ന് പറയുന്നതാണ് വരുന്നത് കേട്ടോ. സമാസം അല്ലെങ്കിൽ പരസ്പരം സമാസിക്കുക. നമുക്കറിയാം സമാസങ്ങൾ നമുക്ക് എത്ര തരത്തിലുണ്ട്? സമാസങ്ങൾ നമുക്ക് 4 തരത്തിലുണ്ട്. അതായത് നമ്മുടെ അവീഭാവൻ, നമ്മുടെ മുമ്പേ പറഞ്ഞ നമ്മുടെ തദ്ധിതം പോലെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഈ സമാസം എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ്? നമ്മുടെ അവീഭാവൻ, അതുപോലെ തന്നെ തൽപുരുഷ സമാസം, പിന്നെയുള്ളത് നമ്മുടെ ബഹുവീഖി സമാസം, പിന്നെയുള്ളത് ദ്വത്വ സമാസം. സംഭവമാണെങ്കിൽ എളുപ്പമാണ്. അതായത് അവീഭാവം എന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വപദം അല്ലെങ്കിൽ ആദ്യ പദത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് നമ്മുടെ അവീഭാവം എന്ന് പറയുന്നത്. ഇനിയും തൽപുരുഷ സമാസം എന്ന് വെച്ചാൽ
ഉത്തരപദം, അതായത് രണ്ടാമത്തെ പദത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മുടെ തൽപുരുഷ സമാസം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബഹുവീഹി സമാസം എന്ന് പറഞ്ഞാൽ അന്യപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മുടെ നമ്മുടെ ബഹുവീഹി സമാസം. അതുപോലെ തന്നെ ദത്വ സമാസം എന്ന് വെച്ചാൽ പൂർവ്വ പദങ്ങൾക്ക് നമ്മൾ തുല്യ പ്രാധാന്യം കൊടുക്കുക. അതിപ്പോൾ കൈകാലുകൾ എന്ന് പറഞ്ഞതാണ് കയ്യും കാലും, രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാപ്പകലുകൾ അല്ലെങ്കിൽ രാപ്പകലുകൾ എന്ന് പറഞ്ഞാൽ രാവിനും പകലിനും ഇമ്പോർട്ടൻസ്. അപ്പം രണ്ട് പേർക്കും ഒരുപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേരാണ് നമ്മുടെ എന്ന് പറയുന്നത് ദത്വ സമാസം. ഇപ്പം പിന്നെ ബഹുവീഹി സമാസം നമ്മൾ പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അന്യപദത്തിൻ്റെ അർത്ഥത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ താമരക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, താമരക്കണ്ണൻ എന്ന് പറഞ്ഞാൽ താമരക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് താമര പോലെ കണ്ണ് അല്ലെങ്കിൽ താമരയെ പോലെ ശോഭിക്കുന്ന കണ്ണുള്ള ഒരാൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതുപോലെ നമ്മൾ പറയാണ് അംബുജാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, അംബുജാക്ഷൻ അംബുജം എന്ന് പറഞ്ഞാൽ ആരാ അംബുജം എന്ന് പറഞ്ഞാൽ അംബുജം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അംബുജം അംബുജം എന്ന് പറഞ്ഞാൽ താമര, അത് തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ട് പദങ്ങളുണ്ട്. അതായത് ബഹുവീഹി എന്ന് വെച്ചാൽ അന്യപദത്തിൻ്റെ അർത്ഥത്തിന്, ഇപ്പോൾ അംബുജാക്ഷൻ എന്ന് പറഞ്ഞാലും താമരക്കണ്ണൻ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന. പിന്നെ അതുപോലെ തന്നെ വേറെ വരുവാണ് ഇപ്പം തൽപുരുഷ സമാസത്തിൽ നമ്മൾ പറഞ്ഞാൽ ഉത്തരപദം അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന പദത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെ പൂമണം എന്ന് പറഞ്ഞാൽ ആർക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടേ, പൂവിനാണോ മണത്തിനാണോ പ്രാധാന്യം കൊടുക്കണ്ടേ? പൂമണം ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പൂവിനാണോ മണത്തിനാണോ? നമ്മൾ പൂമണം നമ്മൾ തന്നെ പൂവിൻ്റെ മണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, മണത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ പൂമണം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടത് രണ്ടാമത്തെ പദത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതിന് പറയുന്ന പേരാണ് തൽപുരുഷ സമാസം. അപ്പോൾ ഓർത്തിരിക്കേണ്ടത്, ഇത് ഒന്നുകൂടി എടുത്തു തരാം കേട്ടോ. നമ്മുടെ തദ്ധിതവും സമാസവും സന്ധികൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞാണ്. ഈ രണ്ടെണ്ണം എടുത്തു തരാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്നാൽ ജസ്റ്റ് ഓർത്തിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞാണ് അവീഭവൻ, അതായത് നമ്മുടെ പൂർവ്വപദം അല്ലെങ്കിൽ ആദ്യ പദത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതാണ് അവീഭവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ യഥേഷ്ടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിൻ്റെ യഥേഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് അങ്ങ് നമ്മുടെ രാജാക്കന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഈ തോഴന്മാരും ഒക്കെ എന്ന് പറഞ്ഞില്ല, യെസ് അങ്ങയുടെ ദേഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അപ്പോൾ അതെന്താണ് നമ്മുടെ ആദ്യ പദത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരാണ് സവിനയം. നമ്മൾ ഈ സ്റ്റേജിലൊക്കെ ഇരിക്കുന്നത് സവിനയമുള്ള കൂപ്പുകൈകൾ അല്ലേ, ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന അങ്ങേക്ക് സവിനയം ഞങ്ങളുടെ കൂപ്പുകൈകൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ജാടയോടെ എന്നാണോ അതോ വിനയത്തോടെ എന്നാണോ? എന്നാ സവിനയം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വിനയത്തോടെ. അപ്പോൾ ഓർത്ത് കാണുന്നത് അവിടെ നമ്മൾ എന്താണ് പൂർവ്വപദം അല്ലെങ്കിൽ ആദ്യം വന്ന പദത്തിന് നമ്മൾ പ്രാധാന്യം, അതിനെയാണ് നമ്മൾ സമാസിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രകൃതിയുടെ വിലാസം എന്ന് പറഞ്ഞാൽ പ്രകൃതി പോലുള്ള വിലാസം, നമ്മൾ എന്താണ് അതിനെ പോലെ നമ്മൾ പറയുന്ന ഒരെണ്ണമാണ് ഈ നമ്മളൊന്ന് സിമിലാരിറ്റി ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് പറയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രകൃതി പോലുള്ള വിലാസം എന്ന് കേട്ടോ. സമാസത്തിൻ്റെ അതുപോലെ തദ്ധിതവും നമുക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ, പേടിക്കണം. കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പം കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അടുത്തത് ശരിയായ വാക്യം ഏത്? ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ മാത്യുവിന് വെച്ചു കൊടുത്തു. രണ്ടാമത്തേത് മാത്യുവിന് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ വെച്ചു കൊടുത്തു. മൂന്നാമത്തേത് മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു. നാലാമത്തേത് വാസുദേവൻ്റെ കണ്ണുകൾ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു. എന്താ അവിടെ സംഭവിച്ചത്? എല്ലാം ഒരുപോലെ തോന്നുന്നല്ലേ, പക്ഷേ സൂക്ഷിച്ച് വായിച്ചു നോക്കി. ആരാണ് മരണമടഞ്ഞത്, ആ മരണമടഞ്ഞ ആൾ എന്താണ് കൊടുത്തത്, അത് ആർക്കാണ് കിട്ടിയത്, അങ്ങനെയല്ലേ ഒരു ഓർഡർ പോകണ്ടേ? ശരിയല്ലേ? ശരിയായിട്ട് പറഞ്ഞാൽ അങ്ങനെയല്ലേ പോകേണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ആ ഓർഡറിൽ എങ്ങനെ വരേണ്ടത്? മരണമടഞ്ഞത് വാസുദേവനാണ്. വാസുദേവൻ്റെ കണ്ണുകൾ ആരെടുത്തു? ഭാര്യയുടെ സമ്മതത്തോടുകൂടി മാത്യുവിന് വെച്ചു കൊടുത്തു. അപ്പോൾ ഓപ്ഷൻ സി ആണ്. അപ്പം ഓർക്കണം ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകേണ്ടതെന്ന് ഓർത്ത്. ഇവിടെ ഉണ്ടോ ഭാര്യയുടെ സമ്മതം, ഭാര്യയുടെ സമ്മതം പിന്നെ മതി, ആരാണ് ആദ്യം മരിച്ചതെന്ന് നോക്കണം. അപ്പോൾ അത് വേണ്ട. ഇനി മാത്യുവിന് വെച്ചു കൊടുക്കരുത്, വെച്ചു കൊടുത്ത ആളെ ആദ്യം പറയേണ്ട ആവശ്യമോടില്ല. അടുത്തത് വാസുദേവൻ്റെ കണ്ണുകൾ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതത്തോടെ. മരണമടഞ്ഞ ഭാര്യയുണ്ടോ? ഭാര്യയാണോ മരണമടഞ്ഞത്? അല്ല. അപ്പോൾ ആലോചിച്ച് നോക്കണം. മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകളാണ് വാസുദേവൻ്റെ ഭാര്യയായിട്ടുള്ള ഭാര്യയുടെ സമ്മതത്തോടെ ആർക്ക് കൊടുത്തത്? നമ്മുടെ മാത്യുവിന് വെച്ച് കൊടുത്തത് കേട്ടോ. മറന്നുപോയല്ലോ. ഇങ്ങനെയൊക്കെ സെൻറ്റൻസ് വന്നാൽ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ആരാണ് ചത്തത് കണക്ക് ഒരിക്കലും ചോദിക്കത്തില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചതേ ഉള്ളൂ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടൻറ്റ് വായിക്കാൻ കിട്ടും. ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, രണ്ടാമത് ആർക്കാണ് സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ എന്നാ പറയുന്നത് അതിൻ്റെ അകത്തുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പ്രാധാന്യത്തോട് എടുത്ത് വെച്ച് നമ്മൾ പോകുന്ന കർത്താവിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പോകുന്നതാണ് ഈ പറഞ്ഞ. നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ഒരു വാക്യം പറയും കേട്ടോ.
അങ്ങനെ നമ്മൾ കർത്താവിന് പ്രാധാന്യം കൊടുത്തു പോകുന്നതാണ് എന്ത് ഈ പറഞ്ഞ സി ഓപ്ഷൻ വരുന്നത് കേട്ടോ. അടുത്തത് ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലാത്മക കുറിപ്പ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ആവർത്തി പറഞ്ഞത് ഈ പ്രതിഫലാത്മക കുറിപ്പ് എന്താണെന്ന്. എന്ന ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത് എന്ത്? പഠന പ്രവർത്തനങ്ങളാണോ, ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകളാണോ, അതോ മൂല്യനിർണ്ണയ സൂചകങ്ങളാണോ, അതോ കുട്ടികളുടെ പ്രതികരണങ്ങളാണോ? ഏതാണ്? ക്ലാസ്സിന് ശേഷം നമ്മുടെ അധ്യാപകൻ്റെ തിരിച്ചറിവുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രതിഫലാത്മക കുറിപ്പ് അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് നോട്ടിനകത്ത് നമ്മൾ എഴുതി വെക്കുന്നത്, ഇനി എന്താണ് റിഫ്ലക്റ്റീവ് നോട്ടെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ കയറി, ഇന്നത്തെ ഈ ക്ലാസ് തന്നെയായിട്ട്. ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്താണ് ഈ സമാസം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തിൻ്റെ ഇതുണ്ട്, പറഞ്ഞു തരണമെന്നുള്ള കടമ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ച് നിങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ആ ഒരു ചോദ്യത്തിന് മാത്രം ഒരു ഉത്തരം പറഞ്ഞില്ലേ, കമൻറ്റ് വന്നത് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് ഇന്ന് മനസ്സിലായ കാര്യമാണ്, നിങ്ങൾക്ക് ആ സമാസത്തെ പറ്റിയുള്ള അറിവില്ല അല്ലെങ്കിൽ ധാരണയില്ല. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ പ്രതിഫലാത്മക കുറിപ്പിന് അത് ഞാൻ എഴുതി വെക്കും. എന്താണ്, എൻ്റെ കുട്ടികൾക്ക് ഈ പറഞ്ഞ സമാസത്തെ പറ്റിയുള്ള അറിവില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന ചോദ്യത്തിന് ഒരു ക്വസ്റ്റ്യൻ നമ്പർ 96 അവർക്ക് ഉത്തരം ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിന് കാരണം സമാസത്തെ പറ്റിയുള്ള അറിവില്ല. അതുപോലെ തന്നെ പൂർവ്വപരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആദ്യപദം ഏതാണെന്നും അന്ത്യപദം ഏതാണെന്നും, അതുപോലെ തന്നെ അന്യപദത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട എവിടെയാണെന്നും, അതുപോലെ തന്നെ തുല്യ പ്രാധാന്യങ്ങൾ നൽകേണ്ട എവിടെയാണെന്നും എന്താണ് അറിവില്ലാതെ പോയതാണ് കാരണം എന്ന് ഞാൻ സ്വയമേ മനസ്സിലാക്കി ഞാൻ തന്നെ എഴുതി വെക്കുന്ന കാര്യത്തിന് പറഞ്ഞ പേരാണ് പ്രതിഫലാത്മക കുറിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അധ്യാപകൻ ക്ലാസ്സിൽ നടന്നാൽ നമുക്കറിയാം ചില ക്ലാസ്സുകൾ എടുത്താൽ ഫ്ലോപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഫ്ലോപ്പ് ആയതിനെ എങ്ങനെ അടുത്ത വട്ടം ശരിയായ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ അടുത്ത ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അതിനെ എങ്ങനെ ഫലവത്തായ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, എങ്ങനെ തൻ്റെ ആപ്റ്റിറ്റ്യൂഡ് സ്കിൽസും തൻ്റെ കഴിവും അതുപോലെ തന്നെ ടീച്ചിങ് കഴിവും എങ്ങനെ ഉയർത്താമെന്ന് നമ്മൾ സ്വയമേ എഴുതി വെക്കുന്നതാണ് ഈ എന്താണ് നമ്മുടെ പ്രതിഫലാത്മക കുറിപ്പ് അഥവാ നമ്മുടെ റിഫ്ലക്റ്റീവ് നോട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പഠന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പ്രതികരണം നമ്മൾ എവിടെ എഴുതി വെക്കുന്നത്? ഈ രണ്ടെണ്ണം ഒരുമിച്ച് നമ്മൾ ഒരിടത്ത് എഴുതുന്നത്. ഈ പഠന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കുട്ടികളുടെ പ്രതികരണവും അതിനകത്ത് എഴുതി വെക്കുന്നത് ടീച്ചിങ് മാനുവലിലാണോ, പെഡഗോഗിക് അനാലിസിസിനകത്താണോ, അതോ ഡൈനിങ് ആസൂത്രണത്തിലാണോ, അതോ നമ്മുടെ വാർഷിക ആസൂത്രണത്തിലാണോ, അതോ നമ്മുടെ പെഡഗോഗിക് അനാലിസിസിനകത്താണോ എഴുതി വെക്കുന്നത്? ദൈനംദിന ആസൂത്രണത്തിനകത്ത് അല്ലേ. അതായത് നമുക്കറിയാം നമ്മൾ ഒരു ടീച്ചർമാർ നമ്മൾ എന്താ എഴുതുന്നത്, നമ്മുടെ പഠന പ്രവർത്തനം അല്ലേ, പ്രവർത്തനം, അതുപോലെ തന്നെ നമ്മുടെ പ്രതികരണം അല്ലേ, പ്രതികരണം. അപ്പോൾ ഇവിടെ വരേണ്ടത് പഠന പ്രവർത്തനത്തിൽ നമ്മൾ വരേണ്ടത് എന്താണ്, നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്, ക്ലാസ്സിലേക്ക് കയറുന്ന അധ്യാപകൻ ഇന്ന ഇന്ന ഭാഗങ്ങൾ ഇന്ന വരിയിലൂടെ പഠിപ്പിക്കുന്നു, പരീക്ഷണങ്ങളുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങൾ ഇന്ന സാമഗ്രികളുടെ കാര്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻപോട്ട് പോകുന്നു, കുട്ടികളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ പ്രതികരണം നമ്മൾ എവിടെ എഴുതി വെക്കണം? ഒന്നാം ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഒന്നാം ബെഞ്ചിലിരിക്കുന്ന എന്താണ് അപ്പു ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ പേരടക്കം എഴുതി വെക്കണം. അതാണ് ശരിയായിട്ടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ എന്താണ് നമ്മുടെ ചുമ്മാ എന്താണ് പ്രതികരണം എല്ലാവരും രേഖപ്പെടുത്തി അല്ലെങ്കിൽ എല്ലാവരും ക്ലാസ്സിൽ അറ്റൻഡീവ് ആയിരുന്നു അങ്ങനെ എഴുതി വെക്കണം. ഓരോ കൊച്ചും ഏതൊക്കെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ആരൊക്കെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല, ആരോ ക്ലാസ്സിൽ എന്താണ് നല്ലപോലെ ആക്റ്റീവായിരുന്നു എന്നൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചാൽ നമുക്കതൊരു ഗുണം ചെയ്യും. നമ്മുടെ ടീച്ചർമാരിൽ എടുത്ത് മറ്റൊരാൾ വായിച്ചു നോക്കിയാൽ ആ ക്ലാസ് എടുക്കാൻ വരുന്ന അധ്യാപകനാണെങ്കിലും ക്ലാസ്സിൽ ആരൊക്കെയാണ് ജില്ലി നിൽക്കുന്നത്, ആരൊക്കെയാണ് കുറച്ച് പുറകോട്ടുള്ളത്, അവരുടെയൊക്കെ പേരും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഒരു ടീച്ചർമാരിൽ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ടീച്ചർമാരിൽ ശരിക്കും പറഞ്ഞാൽ പോകേണ്ടത്. നമ്മളെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്, ചുമ്മാ പ്രതികരണങ്ങൾ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒറ്റ വാക്കിൽ ഒതുക്കും. പക്ഷേ അങ്ങനെയല്ല, ഇലാബറേറ്റ് ചെയ്ത് എഴുതണം കേട്ടോ. പ്രതികരണങ്ങൾ എപ്പോഴും ഇലാബറേറ്റ് ചെയ്ത് വേണം എഴുതാൻ. പിന്നെയുള്ളതാണ് മൂല്യനിർണ്ണയ സൂചകങ്ങൾ. ഇതെവിടെ കൊടുക്കേണ്ടത്? മൂല്യനിർണ്ണയ സൂചകങ്ങൾ ഇത് മെയിൻലി നമ്മളൊരു കാര്യത്തിനകത്ത് കൊടുക്കുക. എന്താണ് നമ്മുടെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ബ്ലൂ പ്രിൻറ്റ്, BLU പ്രിൻ്റ്. എന്നാ സാധനം ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ? അതെന്നാ സാധനം ബ്ലൂ പ്രിൻ്റ്? കേട്ടിട്ടുണ്ടോ? എന്നാന്ന് അറിയത്തില്ല അല്ലേ? എന്നതാ പറഞ്ഞോ? ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന ഒരു രൂപരേഖ എന്ന് വേണേൽ പറയും അല്ലേ. ഗ്രൂപ്പിനെന്ന് വെച്ചാൽ രൂപരേഖ എന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഒരു പരീക്ഷ ഒരു പാഠഭാഗത്തിന് ശേഷം നമ്മളൊരു എന്ത് തയ്യാറാക്കാൻ പോവാണ്, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ പോവാണ്. സോ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ പിടിച്ചു ഓക്കെ. ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ അതിൽ ഏതൊക്കെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം നോക്കണം. അതായത് ഈസി ആണോ, അതോ ഡിഫിക്കൽട്ട് ആണോ, അതോ ആവറേജ് ആണോ, അതോ എബോ ആവറേജ് ആണോ, അതോ SI ടൈപ്പ് ആണോ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണോ, അല്ലെങ്കിൽ OMR ടൈപ്പ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റീവ് ടൈപ്പ് ആണോ, അല്ലെങ്കിൽ മാച്ച് ഫോളോയിങ് ആണോ എന്നൊക്കെ നമ്മൾ
ഒരു പ്രിൻറ്റ് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ രൂപരേഖയ്ക്ക് പറയുന്ന പേരാണ് ബ്ലൂ പ്രിൻറ്റ്. അവിടെയാണ് നമ്മൾ മൂല്യനിർണ്ണയ സൂചകങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി മൂല്യനിർണ്ണയങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഗ്രേഡാണോ അതോ മാർക്കാണോ കൊടുക്കേണ്ടത്? നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ മൂല്യനിർണ്ണയം ചെയ്യുമ്പോൾ നമ്മൾ ഗ്രേഡിലാണോ മാർക്കിലാണോ പറയുന്നത്? ഇപ്പം നമ്മുടെ മൂല്യനിർണ്ണയങ്ങളെല്ലാം നടക്കുന്നത് 10ാം ക്ലാസ് വരെയുള്ള മൂല്യനിർണ്ണയങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്? ഗ്രേഡിൽ കേട്ടോ. അത് ഓർത്തിരിക്കണം. ഗ്രേഡിലാണ് മൂല്യനിർണ്ണയങ്ങൾ നമ്മൾ ഇന്നത്തെ ഇതിൽ നടത്തിക്കൊണ്ട് വരുന്നത് കേട്ടോ. ആ ഗ്രേഡുകൾ എന്നൊക്കെയാണെന്നറിയാവോ? നമ്മുടെ LP UP തലത്തിലുള്ള ഗ്രേഡുകൾ എങ്ങനെയാണെന്നറിയാമോ? അതുകൂടി ഒന്ന് ആലോചിച്ച് വെച്ചോ. LP UP തരത്തിലുള്ള LP UP 5 പോയിന്റ് റേറ്റിംഗ് കേട്ടോ. 5 പോയിന്റ് റേറ്റിംഗ് ആണ്. ആ 5 പോയിന്റ് റേറ്റിംഗ് വരുന്ന എത്ര തൊട്ട് എത്ര മാർക്ക് വരെയെന്നറിയാമോ? ഇപ്പോൾ 100ലാണ് മാർക്ക് പറയുന്നതെങ്കിൽ നമ്മുടെ A ഗ്രേഡ് കിട്ടണമെങ്കിൽ എത്ര മാർക്കിനിടയിൽ നിൽക്കണം അറിയാമോ? അതറിയില്ല അല്ലേ? അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? കാരണം കഴിഞ്ഞ വട്ടം നമ്മുടെ എന്തിനാണ് ടെറ്റിനും ചോദിച്ചാണ് UPSCക്കും ചോദിച്ചാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ UP തലത്തിൽ എത്ര മുതൽ എത്ര വരെയുള്ള റേഞ്ചിലാണ് നമുക്ക് 5 പോയിന്റ് സ്കെയിലിൽ നമ്മൾ എത്ര മുതൽ എത്ര വരെ റേറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ എഴുതി തരാം. പെട്ടെന്ന് എഴുതിയെടുത്തോ. അതായത് മറ്റേ ഷീറ്റിൽ എഴുതി തരാം കേട്ടോ. യെസ്, നിങ്ങൾ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടുത്തേക്ക് പോകാമല്ലോ. ഉണ്ടായിരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അതായത് എഴുതി വെച്ചോ. നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിൽ കേട്ടോ, അതായത് LP തലങ്ങളിൽ നമ്മൾ നടത്തുന്നത് 5 പോയിൻ്റ് റേറ്റിംഗ് ആണ് കേട്ടോ. 5 പോയിൻ്റ് സ്കെയിലാണ് നടത്തുന്നത്. 5 പോയിൻ്റ് സ്കെയിലാണ് നടത്തുന്നത്. അതുപോലെ തന്നെ UP തലങ്ങളിൽ HS തലത്തിലൊക്കെ നമ്മൾ 9 പോയിൻ്റ് റേറ്റിംഗ് ആണ് നടത്തുന്നത് കേട്ടോ. 9 പോയിൻ്റ് സ്കെയിലിംഗ് ആണ് നടത്തുന്നത്. LP തലങ്ങളിൽ നമ്മുടെ 5 പോയിൻ്റ് സ്കെയിലിങ്ങും അതുപോലെ തന്നെ UP തലങ്ങളിൽ 9 പോയിൻ്റ് റേറ്റിംഗ് ആണ് നടക്കുന്നത് കേട്ടോ. എഴുതിത്തരാം. LP തലം 5 പോയിൻ്റ് റേറ്റിംഗ് കേട്ടോ. 5 പോയിൻ്റ് സ്കെയിൽ എന്നാണ് പറയാം. സ്കെയിൽ അത് വരേണ്ടത് ഇങ്ങനെയാണ്. 80 മുതൽ കേട്ടോ, 80 മുതൽ 100 വരെയാണെങ്കിൽ A ഗ്രേഡാണ്, കൊച്ച് എക്സലൻ്റ് ആണ്. ഓക്കെ, 80 മുതൽ 100 വരെയുള്ള റേഞ്ച് വരുവാണെങ്കിൽ കൊച്ച് A ഗ്രേഡിലാണ്, കൊച്ച് എക്സലൻ്റ് ആണ് കേട്ടോ. ഇനിയും 60 മുതൽ 79 വരെയാണെങ്കിൽ 60 മുതൽ 79 വരെയാണെങ്കിൽ B ഗ്രേഡാണ്, കൊച്ച് വെരി ഗുഡാണ് കേട്ടോ. വെരി ഗുഡാണ്. ഓക്കെ, അടുത്തത് 45 മുതൽ കേട്ടോ, 45 മുതൽ 59 വരെ കേട്ടോ. 59 വരെ ആണെങ്കിൽ C ഗ്രേഡാണ്, കൊച്ച് ഗുഡാണ് കേട്ടോ. ഗുഡാണ്. അടുത്തത് 35 മുതൽ 44 വരെ വരുവാണെങ്കിൽ D ഗ്രേഡാണ്, കൊച്ച് ആവറേജ് ആണ്. അടുത്തത് ബിലോ 35, 35-ന് താഴെ കിട്ടുവാണെങ്കിൽ E ഗ്രേഡാണ്, ബിലോ ആവറേജ് ആണ്. നമ്മുടെ ഈ കൊച്ചു ക്ലാസ്സുകളിൽ പിള്ളേർ ഫെയിലായി എന്ന് പറയത്തില്ല കേട്ടോ. പകരം നമ്മൾ ബിലോ ആവറേജ് എന്ന് പറഞ്ഞ വാക്കേ യൂസ് ചെയ്തോളൂ കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോണം. ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കാം, കൊച്ചു ക്ലാസ്സിൽ ഒരു കൊച്ചു തോറ്റുപോയി, നിങ്ങളവനെ തോറ്റുപോയെന്ന് പറയുമോ അതോ വേറെ വല്ലതും പറയുമോ? അപ്പോൾ എന്നാ പറയേണ്ടത്? അങ്ങനെ തോറ്റുപോയെന്ന് ഒരിക്കലും പറയില്ലേ, കൊച്ച് ബിലോ ആവറേജ് ആണെന്നേ പറയാവുള്ളൂ. മനസ്സിലായോ? അല്ലാതെ നിങ്ങളുടെ കോച്ച് തോറ്റുപോയി എന്നെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ലെന്നൊന്നും എടുത്ത് പറയരുത് കേട്ടോ. ഇതൊക്കെ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതൊക്കെ നമുക്ക് അറിയാൻ ചോദിക്കുന്ന ചോദ്യം. ഉറപ്പായിട്ട് നിങ്ങളോട് ചോദിക്കും ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, കൊച്ച് E ഗ്രേഡ് കിട്ടിയാൽ കൊച്ച് ബിലോ ആവറേജ് ആണ് നമ്മൾ പറയത്തുള്ളൂ പേരൻസിനോട്. അല്ലാതെ കാരണം നോക്കി LP തലമാണ്, അതായത് 1, 2, 3, 4 ക്ലാസ്സുകൾ 5 ക്ലാസ്സുകളാണ് വരുന്നത്. സോ ആ കൊച്ചുങ്ങളുടെ മനസ്സ് വേദനിക്കും എന്നൊരു കോൺസെപ്റ്റ് വന്നുകൊണ്ടാണ് നമ്മൾ ഈ ബിലോ ആവറേജ് എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ചത്. അതിന് മുമ്പ് ഫെയിൽ എന്നായിരുന്നു ഇട്ടിരുന്നത് കേട്ടോ. അതിന് മുമ്പ് E എന്ന് കണ്ടാൽ ഫെയിൽ എന്നായിരുന്നു ഇട്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തോറ്റുപോയി എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഗ്രേഡിംഗ് സിസ്റ്റം വന്നുകൊണ്ടാണ് ബിലോ ആവറേജ് എന്ന് പറഞ്ഞ പേര് നമ്മൾ എഴുതുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കണം. എഴുതിയെടുത്തോ. 80 തൊട്ട് 100 ആ സ്കെയിൽ ഓർത്ത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇതുപോലൊരു സ്കെയിൽ നമ്മൾ പഠിച്ചില്ല. എന്നാലും നമ്മുടെ IQൻ്റെ സ്കെയില് എന്ന് പറഞ്ഞാൽ തന്നെ ഓർത്തിരിക്കണം. മറ്റൊരു സ്കെയിലാണ് നമ്മുടെ പോയിൻറ്റ് സ്കെയിൽ റേറ്റിംഗ്, അല്ലെങ്കിൽ നമ്മുടെ LP തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന 5 പോയിൻറ്റും 9 പോയിൻറ്റും സ്കെയിൽ റേറ്റിംഗ് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹയർ സെക്കൻഡറി തലത്തിൽ കേട്ടോ, HS തലത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ
തലത്തിൽ നമ്മൾ 9 പോയിൻ്റ് ആണ് കേട്ടോ. 9 പോയിൻ്റ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. 9 പോയിൻ്റ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മൾ 9 പോയിൻ്റ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. അവിടെ 9 പോയിൻ്റ് വരും. 9 പോയിൻ്റ് വരും. അത് നമുക്ക് പെട്ടെന്ന് പറയാം. 10 പോയിൻ്റ് അവിടെ ഇട്ടാൽ മതി. അതായത് 90 മുതൽ 100 വരെയാണെങ്കിൽ എ പ്ലസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ്. അടുത്തത് 80 മുതൽ 89 വരെയാണെങ്കിൽ എ ഗ്രേഡാണ്. എക്സലൻ്റ് ആണ് കേട്ടോ. എക്സലൻ്റ് ആണ്. അടുത്തത് 70 മുതൽ 79 വരെയാണെങ്കിൽ ബി പ്ലസ് ആണ്. കൊച്ച് വെരി ഗുഡ് ആണ്. അടുത്തത് 60 മുതൽ 69 വരെയാണെങ്കിൽ ബി ആണ്, ഗുഡാണ്. അടുത്തത് 10 കുറയ്ക്കണം. എത്രയാണ്? 50 മുതൽ 59 വരെയാണെങ്കിൽ സി പ്ലസ് ആണ്. കൊച്ച് എബോ ആവറേജ് ആണ്. അടുത്തത് 40 മുതൽ 49 വരെയാണെങ്കിൽ കേട്ടോ, 49 വരെയാണെങ്കിൽ സി ആണ്, ആവറേജ് ആണ്. അടുത്തത് 30 മുതൽ 39 വരെയാണെങ്കിൽ ഡി പ്ലസ് ആണ്, ബിലോ ആവറേജ് ആണ് കേട്ടോ. അതിന് താഴെ പോകുന്ന റേറ്റിംഗ് കൊച്ച് ഫെയിലായി എന്ന് പറയും കേട്ടോ. പക്ഷേ ഫെയിലെന്ന് യൂസ് ചെയ്തില്ല, പകരം നീഡ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് എഴുതുള്ളൂ കേട്ടോ. എത്രയാണ് നമ്മുടെ 20 മുതൽ 20 അല്ലെങ്കിൽ ബിലോ 20 ഉണ്ട് കേട്ടോ. ബിലോ 29 കേട്ടോ. 29 or 30 ഒക്കെ വരും കേട്ടോ. ബിലോ ദിസ് വാല്യൂ. അതിൻ്റെ അടിയിൽ 10 വരും കേട്ടോ. 10 മുതൽ ബിലോ 20 or 29 വരെയുള്ള വാല്യൂ എത്രയാണ്? നമ്മുടെ ഡി ആണ്. അവിടെ നമ്മൾ നീഡ് ഇമ്പ്രൂവ്മെൻ്റ് എന്നേ പറയത്തുള്ളൂ കേട്ടോ. മറ്റേടത്താണ് എന്താ നമ്മൾ പറയുന്നത്? ബിലോ ആവറേജ് കേട്ടോ. കൊച്ചു പിള്ളേരെ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ വരെ നമ്മൾ പറയുന്നത് അതിന് തൊട്ട് മുതലുള്ള ബിലോ ആവറേജ് വരെ പറയത്തുള്ളൂ. വലിയവരാണെങ്കിൽ നമ്മൾ നീഡ് ഇമ്പ്രൂവ്മെൻറ്റ്, പുരോഗമനം വേണം, അല്ലെങ്കിൽ പഠനം ഇനിയും കൂട്ടണം എന്ന് പറഞ്ഞ ടേംസാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടികളാണ്, പിഞ്ച് മനസ്സാണ്, ഈ ആത്മഹത്യ പോലുള്ള പ്രവണതകൾ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും ഒറ്റയ്ക്കുള്ള എല്ലാ വീട്ടിലും. സോ നമ്മൾ ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യും കേട്ടോ. പേരൻസ് മീറ്റിംഗ് ഒക്കെ വന്നാലും എന്താണ്, കൊച്ചിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വേണം വിടാം. പേരൻസിനും അതുപോലെ തന്നെ കൊച്ചുങ്ങളെ, അല്ലെങ്കിൽ ഇവൻ തോറ്റുപോയി, ഇവനെ പഠിക്കാൻ വേണ്ടി കാര്യമില്ല, ഇവനെ അയലോകത്തിരിക്കാൻ നോക്കി പഠിക്കുന്നു പറഞ്ഞ് കുറ്റപ്പെടുത്തിയാൽ പിള്ളേരുടെ മനസ്സ് ഇടറും. പിള്ളേർ വേണ്ടാത്ത പരിപാടിക്കൊക്കെ പോകും. ആത്മഹത്യ പോലുള്ള കാര്യങ്ങളൊക്കെ കൂടി വന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെ വന്നത്. അവിടെ നമ്മൾ ഈ പറഞ്ഞ വാക്കുകൾക്ക് മാറ്റം ഉണ്ടാക്കി. ഇതാണ് ഈ പറഞ്ഞ നീഡ് ഇമ്പ്രൂവ്മെൻ്റ്, അതുപോലെ തന്നെ ബിലോ ആവറേജ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിപ്പം പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? എഴുതിയെടുത്തോ. ഈ 9 സ്കെയിൽ പഠിക്കാൻ എളുപ്പം അല്ലേ? 10 വാല്യൂ വെച്ചിട്ടോ എ പ്ലസ് എ, ബി പ്ലസ് ബി, സി പ്ലസ് സി, ഡി പ്ലസ് ഡി എന്താണ് നമ്മൾ ഇട്ട് പോയാൽ മതി അല്ലേ? അത് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. പക്ഷേ മറ്റേതാണ് ഓർത്തിരിക്കണം കേട്ടോ. മറ്റേതാണ് കൂടുതലായിട്ടും LP UP തലങ്ങൾ കേട്ടോ. 5 സ്കെയിലിംഗ് ആണ്, റേറ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്ത് പോകുന്നത്. കിട്ടിയോ? മാറ്റിക്കോട്ടെ. ഓക്കെ. ഇവിടെയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കാനായിട്ട് ആദ്യത്തെ 20 വാല്യൂ ഇല്ലേ? 100ൻ്റെ 5 പേരിലാക്കുകയാണെങ്കിൽ 20 സോ ആദ്യം വരുമ്പം 20 ഉണ്ട്, പിന്നെ വരുമ്പോഴും 20 ഉണ്ടോ. 60 തൊട്ട് 80 വരെയാണ് 20 വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 20 വാല്യൂ ഉണ്ട്. പിന്നെ ഒരു 15 വരത്തുള്ളൂ ഉണ്ടോ. 45 മുതൽ എന്താണ് നമ്മുടെ 60 വരെ വരുമ്പോൾ 15 വരത്തുള്ളൂ. ഇവർ രണ്ടിലും 20 വെച്ച് വ്യത്യാസം വരും. ഇവിടെ 15, ഇവിടെയും നമ്മൾ ഒരു 10 വ്യത്യാസം കേട്ടോ. കാരണം കൊച്ചു ക്ലാസ്സാണ് നമ്മൾ കുറച്ചുകൂടി റേഞ്ച് കൂട്ടിയിടുന്നതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞുണ്ടോ ഇത്രയും വാല്യൂവിനകത്ത് 20 വരെ എ ഗ്രേഡ് വരുമ്പോൾ അത്രയും പിള്ളേർ അതിനകത്ത് കൊച്ചു ക്ലാസ്സിൽ പിള്ളേർ നല്ലപോലെ പഠിക്കും അല്ലേ? അപ്പോൾ അത്രയും പിള്ളേർ എ ഗ്രേഡ് കിട്ടുമ്പോൾ പിള്ളേർ വരുന്ന ക്ലാസ്സുകളിൽ നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കും. കാരണം എനിക്ക് അവിടെ കിട്ടിയല്ലോ, എ ഗ്രേഡ് കിട്ടിയല്ലോ, എനിക്ക് എ ഗ്രേഡ് കിട്ടിയല്ലോ എന്നുള്ള ടെൻഡൻസിയിൽ പിള്ളേർ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനൊരു സൈക്കോളജിയാണ് ഇവിടെ മാർക്ക് കൂട്ടിയിട്ടതിൻ്റെ തിയറി കേട്ടോ പുറകിലുള്ളത്. ഒരു പ്രബലനം മനസ്സിലായോ? താഴോട്ട് വരുമ്പോൾ കണ്ടോ 9 പോയിൻ്റ് ആകുമ്പം പകുതിയായിട്ട് കുറയും. അപ്പം ശരിയായ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ആ റേഞ്ച് കിട്ടത്തുള്ളത് മനസ്സിലാവും. ബാക്കി എന്താണ് A+, എക്കാരനും ഈ ഒരു റേഞ്ചിനകത്ത് എ എന്ന് പറഞ്ഞ ഗ്രേഡിന് അണ്ടറിൽ പോവുക ചെയ്യും. അപ്പോൾ അത്രയും പിള്ളേർ അവിടെ പ്രൊമോഷൻ കിട്ടിപ്പോവും. അപ്പം
ഒരുമാതിരി ന്യായമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും തന്നെ എയോ അല്ലെങ്കിൽ ബിയോ ഗ്രേഡ് കിട്ടും. അപ്പോൾ പിള്ളേർക്ക് ഐഡിയ കിട്ടും, എനിക്ക് പഠിക്കാം, എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമെന്നൊരു സൈക്കോളജി പിള്ളേരുടെ മനസ്സിൽ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ചാൽ പിള്ളേർ വരും ക്ലാസ്സുകൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് പഠിക്കും. അതാണ് ഇതിൻ്റെ പുറത്തുള്ള സൈക്കോളജി, ഗ്രേഡിംഗ് സിസ്റ്റം എന്നുള്ള സൈക്കോളജി കേട്ടോ. ഇൻ്റർവ്യൂവിനൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഗ്രേഡിംഗ് സിസ്റ്റം മാറി മാർക്കിംഗ് സിസ്റ്റം മാറി ഗ്രേഡിംഗ് സിസ്റ്റം വന്നത്, എന്താണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ ഇരുന്നങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. മാർക്കിംഗ് സ്കെയിൽ അടക്കം പറഞ്ഞാൽ ഇവൻ്റെ തലയിൽ എന്തൊക്കെ ഉണ്ട്, ഇവൻ എന്തൊക്കെ അറിയാം എന്ന് പറഞ്ഞ് അവർ വിലയിരുത്തും കേട്ടോ. യെസ്, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷ വ്യാകരണമെന്ന ആശയം മുൻപോട്ട് വെച്ചത് ആരാണ്? നോം ചോംസ്കി. വളരെ കറക്റ്റ് ആൻസറാണ് നോം ചോംസ്കി കേട്ടോ. നോം ചോംസ്കിയാണ് പറയുന്നത്. ഇനിയും നമുക്കറിയാം ഈ സർവഭാഷാ വ്യാകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പേരെന്താണ്, എല്ലാ ലാംഗ്വേജിലും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കാര്യം എവിടെയുണ്ട് അവനെല്ലാം ഈ കൂടുതലായിട്ടുള്ള തിയറി പറഞ്ഞത് നോം ചോംസ്കി കേട്ടോ. ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള തിയറികളിൽ കൂടുതലായിട്ടുള്ള സംഭാവന നടത്തിയ വ്യക്തിയാണ് നമ്മുടെ നോം ചോംസ്കി എന്ന് പറയുന്നത്. നോം ചോംസ്കി തൻ്റെ തിയറിയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ജനിച്ചു വീഴുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ ഏതൊരു കൊച്ചു ജനിച്ചു വീണാലും അവനിൽ എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാനുള്ളൊരു വ്യാകരണ ശേഷി അടക്കമുള്ള ശേഷികൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ആര് കണ്ടെത്തി? നമ്മുടെ നോം ചോംസ്കി കണ്ടെത്തി. അതുകൊണ്ട് തന്നെ നോം ചോംസ്കിയുടെ തിയറിയാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. അപ്പോൾ ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും, അതായത് ഈ പറഞ്ഞ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള കാര്യം എവിടുന്ന് ചോദിച്ചാലും അവിടെ കൂടുതലായിട്ടും വരേണ്ട തിയറിയാണ് നമ്മുടെ ആരുടെ തിയറി? നോം ചോംസ്കിയുടെ തിയറി കേട്ടോ. മറന്നുപോയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പേരാണ് നമ്മുടെ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, അല്ലെങ്കിൽ UG എന്ന് പറയും കേട്ടോ. എന്താണ് UG അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചോംസ്കിയുടെ തിയറി നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, അതും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? രചനാന്തര പ്രജനന വ്യാകരണം കേട്ടോ. എന്താണ്? രചനാന്തര പ്രജനന വ്യാകരണം എന്നും നമ്മുടെ ഈ നോം ചോംസ്കിയുടെ സർവഭാഷാ വ്യാകരണത്തിന് പറയുന്ന മറ്റൊരു പേരാണ് നമ്മുടെ രചനാന്തര പ്രജനന വ്യാകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് അല്ലെങ്കിൽ എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ ജന്മസിദ്ധമായിട്ട് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്. എന്താണ് അക്വസിഷൻ വാക്കിൻ്റെ അർത്ഥം? പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? നേടിയെടുക്കുക എന്നർത്ഥം അല്ലേ. അപ്പോൾ എല്ലാ കുട്ടികളുടെയും മനസ്സിൽ LAD ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് ഒരു ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എല്ലാ കുട്ടികളുടെയും മനസ്സിൽ ജന്മസിദ്ധമായി തന്നെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം കുട്ടികളുടെ തലച്ചോറിൽ ജന്മസിദ്ധമായിട്ടുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അതിന് അദ്ദേഹം വിളിച്ച പേരാണ് ലാഡ് എന്ന് പറയും. അതായത് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്ന് പറയും. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇദ്ദേഹം പറഞ്ഞു എല്ലാ കുട്ടികളുടെ മനസ്സിലും ജന്മസിദ്ധമായി തന്നെ എന്ത് ഉണ്ട് തലച്ചോറിൽ? ലാഡ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഭാഷാ പഠന സംവിധാനമുണ്ട്. അല്ലെങ്കിൽ എല്ലാ ഭാഷകളും പിടിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഡിവൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിവൈസിന് അദ്ദേഹം പറഞ്ഞ പേരാണ് ലാഡ് അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്. അത് നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഡിവൈസാണ് അദ്ദേഹം കണ്ടെത്തി. അപ്പം അതുപോലെ തന്നെ ഈ ഭാഷ എന്നൊരു സുസിദ്ധമായിട്ടുള്ളൊരു ശേഷിയാണ്. കൊച്ചുങ്ങൾ ഏത് പ്രായത്തിലായിക്കോട്ടെ, കൊച്ചായിരിക്കുമ്പോൾ ഏത് പ്രായത്തിലാണേലും നമ്മൾ ഏത് ഭാഷ അവനെ പഠിപ്പിച്ചാലും അവനത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് അതിൻ്റെ വ്യാകരണ ശേഷിയടക്കം അവൻ പഠിച്ചെടുക്കുമെന്ന് ആര് പറഞ്ഞു? നോം ചോംസ്കി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിയറി ഇന്നേറ്റ് തിയറി എന്ന് പറയും. ഇന്നേറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഇന്നേറ്റ് ഗ്രാമർ അല്ലെങ്കിൽ ഇന്നേറ്റ് തിയറി എന്ന് വെച്ചാൽ ജന്മനാ തന്നെ കിട്ടുന്നത് എന്നർത്ഥം, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ കൂടെയുള്ളതെന്നർത്ഥം, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞിട്ട് അവൻ പോകുന്ന വഴിക്കെല്ലാം അവനിൽ നമ്മൾ പറഞ്ഞില്ല പാരമ്പര്യമായിട്ടുള്ളതെന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തൊട്ട് അവനിൽ ഉള്ളതായിട്ടുള്ള കാര്യമാണ് നോം ചോംസ്കി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ഭാഷാ വ്യാകരണം അല്ലെങ്കിൽ ഭാഷാ പഠനത്തെ പറ്റിയുള്ള സിദ്ധാന്തത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നടത്തിയതും ഏറ്റവും കൂടുതൽ തിയറീസ് പറഞ്ഞതും ആരാണ്? നോം ചോംസ്കിയാണ്. മറന്നുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചോംസ്കി പറഞ്ഞ കാര്യങ്ങൾ ഈ പേജ് മൊത്തം പറഞ്ഞോ. ചോംസ്കിയുടെ പ്രധാന തത്വങ്ങൾ നോക്കിയേ. ഏതൊരു ഭാഷയും വികസിപ്പിക്കാനും പഠിപ്പിക്കാനുള്ള ശേഷിയോടാണ് എല്ലാവരും ജനിക്കുന്നത്. പിന്നെ ഭാഷാ വികസനം ജന്മസിദ്ധമാണ്. ദാറ്റ്സ് വൈ വി ആർ ടെല്ലിങ് അസ് ഇന്നേറ്റ്. കണ്ടോ, നമ്മൾ പഠിച്ചില്ലായിരുന്നു. അടുത്തത് എല്ലാ ശിശുക്കളിലും ഭാഷാ വികാസം ഒരു മാതൃക പിന്തുടരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം വിശദീകരിക്കുന്നു. ഇനിയും എല്ലാ മനുഷ്യർക്കും ഒരു ഭാഷാ ഏറ്റെടുക്കൽ ഉപകരണം അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അഥവാ ലാഡ് ഉണ്ട്. നമ്മൾ താഴെ കണ്ട കാര്യം തന്നെ.
ഇനി തലച്ചോറിൽ കാണപ്പെടുന്ന ഒരു ഉപകരണമാണ് ലാഡ് അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഇനിയും ഭാഷാ പഠനത്തിൻ്റെ പ്രധാന കഴിവുകൾ എൻകോഡ് ചെയ്യുക എന്നതാണ് ലാഡിൻ്റെ പങ്ക്. അതായത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ എൻകോഡ് ചെയ്തെടുക്കുക, അതായത് നമ്മൾ തർജിമ ചെയ്ത് മാറ്റുക എന്നൊക്കെ നമ്മൾ എൻകോഡിങ്ങും ഡീകോഡിങ്ങും പറയത്തില്ലേ, അങ്ങനെ നമ്മൾ ചെയ്യുക എന്നാണ് നമ്മുടെ ലാഡിൻ്റെ പങ്ക്. അത് കുട്ടികൾക്ക് ഭാഷയുടെ നിയമങ്ങൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സഹായിക്കുന്നു. ഭാഷ വിശകലനം ചെയ്യാനും ഭാഷ ഉപയോഗിക്കുന്ന സിസ്റ്റം പ്രവർത്തിപ്പിക്കുവാനും തലച്ചോറിന് കഴിയും. ഇതിനെ അദ്ദേഹം മൊത്തത്തിലൊരു സിസ്റ്റമായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തത്, കുട്ടികൾക്ക് ഭാഷ പഠിക്കാൻ ആവശ്യമുള്ളൊരു പ്രധാന കഴിവാണ് വ്യാകരണം. അവർക്ക് വാക്യങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ലാഡിൽ നിന്നും വ്യാകരണ നിയമങ്ങൾ പ്രയോഗിക്കാൻ കഴിയും. മനുഷ്യന് ജന്മസിദ്ധമായ ഒരു സർവ്വഭാഷാ വ്യാകരണമുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമറുണ്ട്. ഭാഷയെക്കുറിച്ച് തനിക്കുള്ള ജന്മസിദ്ധമായ അറിവ് എന്താണെന്ന് ഒരാൾക്കും അറിയില്ല. ശരിയല്ലേ പറഞ്ഞത്? എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ആർക്കും അറിയത്തില്ല എന്താണ് നമുക്ക് ഭാഷയെക്കുറിച്ച് ജന്മസിദ്ധമായിട്ട് നമുക്ക് എന്തൊക്കെ അറിവുണ്ടായിരുന്നത്. അടുത്തത്, ഭാഷകളുടെ പൊതുവായ സ്വഭാവങ്ങളിൽ നിന്ന് ചിലത് തിരഞ്ഞെടുക്കൽ നടത്തിയാണ് ഭാഷാ പഠനം നടക്കുന്നത്. മനസ്സിലെ ഭാഷാഘടനം ഒരു ഉൽപാദന പ്രക്രിയയാണ്. അതായത് നിരന്തരം അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അതായത് നിരന്തരം അത് എന്തായിക്കൊണ്ടിരിക്കും, പ്രോഗ്രസ് തന്നുകൊണ്ടിരിക്കും. അടുത്ത, പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന കുട്ടികൾ 10 വയസ്സോടെ പ്രാവീണ്യമുള്ളവരാകുമെന്ന് ചോംസ്കി നിർദ്ദേശിച്ചു. മനസ്സിലെ ഭാഷാ ഘടകം ഒരു ഉൽപാദന പ്രക്രിയയാണ്. അടുത്തത്, കുട്ടികൾക്ക് ജന്മം മുതൽ 2 ഭാഷകൾ പഠിക്കുകയാണെങ്കിൽ അവ രണ്ടിലും നന്നായി സംസാരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. ശരിയല്ലേ പറഞ്ഞത്? നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ തന്നെ ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട്, മലയാളം പഠിക്കുന്നുണ്ട്. നമുക്ക് 2 ലാംഗ്വേജും ഒരുമാതിരിയൊക്കെ യൂസ് ചെയ്യാൻ അറിയില്ലേ? അപ്പം 2 ഭാഷകളും സംസാരിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. സോ ഇതുകൊണ്ട് തന്നെ എന്താണ്, ചോംസ്കിയുടെ തിയറിയാണ് കൂടുതലായിട്ടും എന്ത് പറഞ്ഞത് നമ്മൾ നിലവിലുള്ളത്. ഇനിയും ചോംസ്കി കൂടാതെ തന്നെ നമ്മുടെ വ്യവഹാരവാദികളും കുറച്ച് തിയറീസൊക്കെ മുൻപോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അതുകൂടി നോക്കാം, പെട്ടെന്ന് നോക്കാം. സ്കിന്നർ ആണെങ്കിൽ നമ്മൾ മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഒപ്പേരൻ കണ്ടീഷൻ അല്ലെങ്കിൽ പ്രവർത്തനാനുബന്ധ സിദ്ധാന്തത്തിനാണ്, അതായത് പ്രബലനങ്ങൾ വഴിയൊക്കെയാണ് കുട്ടികൾ എന്താണ് ഭാഷ സ്വായത്തമാക്കുന്നത് സ്കിന്നർ പറഞ്ഞു. അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റാണ്. ഇനി പിയാഷെ നമുക്കറിയാലോ, നമ്മുടെ സ്കീമ, അസിമുലേഷൻ, അക്കോമഡേഷൻ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാപന, സാംശീകരണം, സംയോജനം, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ അനുരൂപീകരണം, ഇതെല്ലാം കൊണ്ടുവന്ന ഒരു നമ്മുടെ പിയാഷെയാണ്. അപ്പം പിയാഷെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ചിന്തയാണ് ഭാഷ നയിക്കുക കേട്ടോ. ഈ ഒരു വാക്ക് മാത്രം പഠിച്ചു. പിയാഷെ പറഞ്ഞു, ചിന്തിക്കുമ്പോൾ കുട്ടികൾ ഭാഷയിലേക്ക് നയിക്കപ്പെടുന്നു. കുട്ടികൾ ഭാഷയെ നയിക്കുന്നത് ചിന്തയാണെന്ന് ആര് പറഞ്ഞു? പിയാഷെ പറഞ്ഞു. അതൊരു സ്വസിദ്ധമല്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞുണ്ടോ. ഭാഷ സ്വസിദ്ധമല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പകരം ചിന്തയെ രൂപപ്പെടുത്തുന്ന ജസ്റ്റ് ഒരു പങ്ക് മാത്രമാണ് നമ്മുടെ ഭാഷ വായിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ബന്ധൂരെ ആണെങ്കിൽ നമുക്കറിയാം, ബന്ധൂരെ നമ്മുടെ നിരീക്ഷണ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ അനുഭാഷിത പഠന സിദ്ധാന്തത്തിനൊക്കെ ഉപജ്ഞാതാവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്താണ് സാമൂഹിക പഠന സിദ്ധാന്തം, അതുപോലെ തന്നെ തൻ്റെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുന്നതിലൂടെയും അതിലൂടെ വർഗീകരിക്കുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾ ഭാഷ പഠിക്കുന്നത്. അതായത് നിരീക്ഷണവും അനുകരണവുമാണ് അവരെ ഭാഷ പഠിക്കാനായിട്ട് സഹായിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ സമ്മാനവും ശിക്ഷയൊക്കെ പ്രബലനങ്ങളായിട്ട് നമ്മൾ കുട്ടികളെ സ്വാധീനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ബ്രൂണർ ആണെങ്കിൽ നമുക്കറിയാം LASS ഉണ്ടെന്ന് പറഞ്ഞു, അതായത് ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്നാണ് ബ്രൂണർ പറഞ്ഞത്. അത് ഭാഷ ഏറ്റെടുക്കൽ പിന്തുണാ സംവിധാനം മലയാളത്തിൽ പറയും. അതിന് 4 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധ നേടണം, അതിനുശേഷം ചോദ്യങ്ങൾ ചോദിക്കണം, അതിനെ ലേബൽ ചെയ്യണം, ഫീഡ്ബാക്ക് പറയണം. ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് ബ്രൂണർ തൻ്റെ ഭാഷാ പഠനം മുമ്പോട്ട് വെച്ചത്. അടുത്ത വിഗോസ്കി ആണെങ്കിൽ നമ്മുടെ പിയാഷെ പറഞ്ഞതിനെ നേരെ തിരിച്ചു പറഞ്ഞു. പിയാഷെ പറഞ്ഞ എന്താണ്, ചിന്ത ഭാഷയെ നയിക്കുന്നത് പിയാഷെ പറഞ്ഞു. അപ്പം വിഗോസ്കി പറഞ്ഞു നീ പറഞ്ഞ തെറ്റാണ്, ഭാഷയാണ് ചിന്തയെ നയിക്കുന്നത്. രണ്ടുപേരും തിരിച്ചും മറിച്ചും പറഞ്ഞു. നമ്മുടെ പിയാഷെയാണ് കുറച്ചുകൂടി ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പിയാഷെ പറഞ്ഞതാണ് ചിന്തയാണ് ഭാഷയെ നയിക്കുന്നതെന്നും വിഗോസ്കി പറഞ്ഞു തെറ്റാണ്, ഭാഷയാണ് ചിന്തയെ നയിക്കുന്നത് പറഞ്ഞു. നേരായിട്ട് തിരിച്ചും മറിച്ചുമ്പോഴാണ്. അതിൻ്റെ ഇടയ്ക്ക് ചോംസ്കിയാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും തൻ്റെ തിയറിയാണെന്ന് എളുപ്പമെന്നും അതുപോലെ തൻ്റെ തിയറിയാണ് അംഗീകരിക്കാൻ പറ്റുന്നതെന്നും ലോകത്തിന് തെളിയിച്ചു കൊടുത്ത് ഇപ്പോൾ നിലവിലുള്ള കേട്ടോ. സോ നമ്മുടെ നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ഭാഷാവ്യാകരണത്തിൽ നമ്മൾ കൂടുതലായിട്ടും കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ നോം ചോംസ്കിയുടെ തിയറിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. സോ ഇവിടെ സർവ്വഭാഷാ വ്യാകരണം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി അല്ലെങ്കിൽ രചനാന്തര പ്രചരണ വ്യാകരണം എന്നൊക്കെ കേട്ടാൽ ഓർത്തണം. ആരാണ് അവിടെ ആൻസറായിട്ട് വരേണ്ടത്? നമ്മുടെ നോം ചോംസ്കിയാണ് ഇവിടെ ആൻസറായിട്ട് വരേണ്ടത് കേട്ടോ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതുകൊണ്ട് നമ്മുടെ
മാത്സ്, മലയാളം തീർന്നു, ഇംഗ്ലീഷ് തീർന്നു, അതുപോലെ തന്നെ സൈക്കോളജി തീർന്നു. ഇനി നമുക്കുള്ളത് സയൻസ്, സോഷ്യൽ, മാത്സ് കേട്ടോ. 3 സബ്ജക്റ്റ് കൂടെ ഉള്ളൂ. അത് നമ്മൾ 2 അല്ലെങ്കിൽ 3 ക്ലാസ് കൊണ്ട് തീർക്കും കേട്ടോ. യെസ്, അപ്പം നമുക്ക് രാവിലെ കാണാം കേട്ടോ. രാവിലത്തേക്ക് നമുക്ക്